ഹൈ ഓൾ, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മോഡ്യൂൾ 2 പാർട്ട് 2 റിവിഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വർക്ക് ഡൺ എന്താണെന്നാണ്. അതായത് ക്യൂ എന്നുള്ള ഒരു ചാർജ് ഇൻഫിനിറ്റിയിലുണ്ട്. ഓക്കെ, മറ്റൊരു ക്യാപിറ്റൽ ക്യൂ എന്നുള്ള ചാർജ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഈ ക്യൂ എന്നുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഈ ക്യൂലോട്ട് കൊണ്ടുവരാൻ കുറച്ച് ഫോഴ്സ്, ഒരു വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ആ വർക്കിനെയാണ് വർക്ക് ഡൺ എന്ന് പറയാറ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയാറ്? വർക്ക് ഡൺ എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ഈസ് ഇക്വൽ ടു വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു 1/4πε ക്യൂ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ. ക്യൂ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാ, സ്മോൾ ക്യൂ, അതായത് ഇൻഫിനിറ്റി എന്ന് കൊണ്ടുവരാനുള്ള ക്യൂ. ക്യൂ ഇന്റഗ്രൽ ആർ ടു ഇൻഫിനിറ്റി, അതായത് ആർ എന്നുള്ളത് ഇതിന്റെ റേഡിയസ് ആണ്. ആർ ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി നിന്ന് ആറിലോട്ട് കൊണ്ടുവരാൻ ഈ ഡോട്ട് ഡി ആർ. ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ എന്താ ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഇനി അതേപോലെ മറ്റൊന്നാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വർക്ക് ഡൺ പെർ ചാർജ്. ഓക്കെ, വർക്ക് ഡൺ പെർ ചാർജിന് എന്ത് പറയാറ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ടേം ഡിവൈഡ് ബൈ ചാർജ് ചെയ്താൽ എന്ത് വരും? ഈ ക്യൂവും കൂടി ക്യാൻസൽ ആയി പോയി 1/4πε ക്യൂ ബൈ ആർ എന്നായിട്ട് മാത്രം മാറും. ഓക്കെ, ഇവിടെയും അതേപോലെ ഡിവൈഡ് ബൈ ക്യൂ ചെയ്താൽ ക്യൂ ക്യാൻസൽ ആയി പോയി ആർ ടു ഇൻഫിനിറ്റി ഇ ഡോട്ട് ഡി ആർ എന്നായിട്ട് മാറും. ഇനി അതേപോലെ ഇപ്പോൾ രണ്ട് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഇൻഫിനിറ്റി ആക്കളായതുകൊണ്ട് എ ടു ബി ആണെന്നെങ്കിൽ, രണ്ട് പോയിന്റ് എ എന്ന് ബിയിലോട്ടാണെങ്കിൽ എ ടു ബി ആണെങ്കിൽ ഇവിടെ എന്ത് വരും? എ ബി എന്നായിട്ട് മാറും, ഇ ഡോട്ട് ഡി ആർ. ഓക്കെ, ഇനി വി എ ബി. വി എ ബി എന്ന് വെച്ചാൽ എന്താണ്? ബിന്ന് എയിലോട്ട് കൊണ്ടുവരാനുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതിന് നമുക്ക് പറയാം വി എ മൈനസ് ബി ബി. ഓക്കെ, വി എ മൈനസ് വി ബി. അതായത് ഇതിപ്പോ വി എ എന്നാണെങ്കിൽ എന്ത് വരും? എന്ന് ഇൻഫിനിറ്റിന്ന് എയിലോട്ട് കൊണ്ടുവരാൻ. അതേപോലെ വി ബി എന്നുള്ള എന്ത് കാര്യം വരിക? ബിന്ന് ഇൻഫിനിറ്റിന്ന് ബിയിലോട്ട് കൊണ്ടുവരാനുള്ളത് കാണാം. ഓക്കെ, ഡി ആർ. അപ്പൊ ഇതിന്ന് ഇത് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് വി എ ബി എന്നുള്ള ഈ വോൾട്ടേജ് ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നെക്സ്റ്റ് ഉള്ളതാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഡെൽ വി എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡെൽ ആണ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഡെൽ വി എന്നാണ് കണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, വി എന്നുള്ളതാണ് ഒരു സ്കേലാർ ആയിക്കാരം. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഡെൽ വി എന്നുള്ളതാണ് വരിക ഒരു വെക്ടർ ആയിക്കാരം വരിക. ഇതെന്തേക്കാരം വരിക? ഒരു വെക്ടർ ആയിക്കാരം വരിക. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റും റിലേഷൻ ആണത് ഈസ് ഇക്വൽ ടു മൈനസ് ഡെൽ. ഓക്കെ, ഈസ് ഇക്വൽ ടു മൈനസ് ഡെൽ വി. ഡെൽ എന്ന് വെച്ചാൽ എന്താണ്? ഡോ ബൈ ഡോ എക്സ്, അല്ലെങ്കിൽ ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ് എന്നാണ്. ഓക്കെ, വി. അപ്പോൾ വിന്റെ ഇക്വേഷൻ യൂണിറ്റ് ആണത് വോൾട്ട്. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? കോർഡിനേറ്റ് സിസ്റ്റം എന്ന മീറ്റർ. ഓക്കെ, എക്സ് വൈ സെഡ് ഇത് എന്താണ്? ഓരോ ലെങ്ത് ആണ്. അപ്പോൾ വോൾട്ട് പെർ മീറ്റർ എന്നുള്ള ഒരു യൂണിറ്റും കൂടി നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വോൾട്ട് പെർ മീറ്റർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ സിക്വൽ ടു മൈനസ് ഡെൽ. ഈ ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ഡൈപോൾ മൊമെന്റ് പി എന്ന് പറഞ്ഞ ലെക്ചർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയാറ്? ഡൈപോൾ മൊമെന്റ്. ഓക്കെ, അപ്പൊ ഒരു പ്ലസ് ക്യൂവും ഒരു മൈനസ് ക്യൂവും, ഓക്കെ, ഇത് തമ്മിൽ ഉള്ള ഇതാണെന്ത്? ഡിഫറൻസ്, സെയിം ചാർജ്. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെയിം ചാർജ്, അതാണ് എന്ത്? ഡൈപോൾ മൊമെന്റ് എന്ന് പറയാം. അപ്പോൾ ഒരു ക്യൂ എടുത്താൽ മതി. ഇനി ഇതിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഡി എന്നാണോ 2D എന്നാക്കിട്ടോ എങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ 2D എന്നാക്കി എടുക്കുകയാണെങ്കിൽ ക്യൂ ഇൻറ്റു 2D എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോ വെറും ഡി ആണെങ്കിൽ ക്യൂ ഇൻറ്റു ഡി എന്നാണ് മാത്രം റെപ്രസെന്റ് ചെയ്യാം. അതാണെന്ത്? ഡൈപോൾ മൊമെന്റ്. ഇനി ഡൈപോൾ മൊമെന്റ് നമുക്ക് തന്നു. ഈ പി is given, പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ആണത് പി ഇസ് ഈക്വൽ ടു 1/4πε പി ഡോട്ട് ആർ ഡിവൈഡ് ബൈ ആർ ക്യൂബ് എന്നുള്ളത്. ഓക്കെ, പിയും ആ ഡിസ്റ്റൻസ് ആർ എന്നുള്ളത് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ആർ
അത് തമ്മിൽ എന്ത് ചെയ്യുക, ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക, ഡിവൈഡ് ബൈ ആർ ക്യൂബ് ചെയ്താൽ. ഓക്കെ, ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം പ്രീവിയസ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഇക്വേഷൻ കൂടി എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക. നെക്സ്റ്റ് ഉള്ളത് പോയിസൺ ഇക്വേഷൻ. അതിന്റെ പോയിസൺ ഇക്വേഷനും അതിന്റെ ഡെറിവേഷനും ഒന്ന് നോക്കുക. ഓക്കെ, ഡെറിവേഷനും നോക്കുക. ഡെൽ സ്ക്വയർ ബി ഇസ് ഇക്വൽ ടു മൈനസ് റോ വി ബൈ എപ്സിലോൺ. അതാണ് എന്ത് പോയിസൺ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പോയിസൺ ഇക്വേഷൻ വരാം. ഓക്കെ, ഡെൽ സ്ക്വയർ ബി എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ലാസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ലാപ്ലേസ് എന്ന് പറയാറ്. ഓക്കെ, അപ്പൊ ലാപ്ലേസ് ഇക്വേഷൻ ഓർ ഹാർമോണിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണത് ലാപ്ലേസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഹാർമോണിക് ഇക്വേഷൻ. ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു മൈനസ് റോ വി ബൈ എപ്സിലോൺ, അതാണത് പോയിസൺ ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ലാപ്ലേസ് ഇക്വേഷനും ഹാർമോണിക് ഇക്വേഷനും ഈ സമയത്ത് റോ വി എന്നുള്ളത് ചാർജ് എന്തായിക്കാരം അവിടെ 0 ആയിക്കാരം. റോ വി എന്നുള്ളത് എന്തായിക്കാരം വരിക 0 ആയിക്കാരം. അതായത് ചാർജ് എന്തായിക്കാരം വരിക അവിടെ 0 ആയിക്കാരം വരിക. അതാണ് ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു വി തന്നു അവിടെ അത് ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എ പോയിന്റ് ചാർജ് ക്യൂ 0.4 നാനോ കൂളം ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഒറിജിൻ. ഓക്കെ, ക്യൂ എന്നുള്ളത് ഒറിജിൻ ആണ്. ഒബ്റ്റെയിൻ ദ അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് എ 2 to 3. അതായത് ക്യൂ എന്നുള്ളത് ഒറിജിനിലാണ്, എ എന്നുള്ളത് 2 to 3 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അപ്പൊ ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ വി കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്ത് 1/4πε Q/r എന്നായിരുന്നു. നമുക്ക് അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ ആണ് കാണുന്നത്, അതായത് W/Q. ഓക്കെ, W/Q എന്ന് വെച്ചാൽ 1/4πε Q/r. ഓക്കെ, നമ്മൾക്ക് ഇവിടെ എപ്സിലോൺ ആറിനൊന്നും കുറിച്ച് പറയാത്തുണ്ട്. എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ ആറിന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, എപ്സിലോൺ ആറ് 1 ആക്കിയിട്ട് എടുക്കുക. 1/4πε. ക്യൂവിന്റെ വാല്യൂ 0.4 നാനോ കൂളം ആണ്. ആർ എന്നുള്ളത് ഒറിജിനും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ആറ് കാണണം. ആർ എന്നുള്ളത് 2 to 3യും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ 2 - 0 × AX, 2 - 0 × AY, 3 - 0 × AZ. അപ്പൊ 2AX + 2AY × 3AZ എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇനി അതാണ് എന്ത് ആർ എന്നുള്ള വെക്ടർ. ഇതെന്താണ് വരിക, ഡിനോമിനേറ്ററിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ എന്ന് വെച്ചാൽ √2² + 2² + 3² √70 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഈ വാല്യൂസ് എന്ത് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε വേണമെങ്കിൽ നമുക്ക് 9 × 10⁻⁹ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂവിന്റെ വാല്യൂ 0.4 × 10⁻⁻⁹ ഡിവൈഡ് ബൈ √6 √70. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും, വിന്റെ വാല്യൂ ഏത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ. എ പോയിന്റ് ചാർജ് ക്യൂ 0.4 നാനോ കൂളം ഈസ് ലൊക്കേറ്റഡ് അറ്റ് 233. ഓക്കെ, നേരത്തെ ഒറിജിന എന്ന് പറഞ്ഞിരുന്നു, ഇവിടെ 233ലാണ്. ഒബ്റ്റെയിൻ ദ അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് എ 2 to 3. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണാനുള്ളത്. ഓക്കെ, അപ്പൊ വി എന്ന് വെച്ചാൽ 1/4πε Q/r. അപ്പൊ ക്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, നേരത്തെ തന്നെ ആറിന്റെ വാല്യൂ എന്തായിട്ട് മാറും, ആറിന്റെ വാല്യൂ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 - 2 0 ആയി പോകും. 2 - 3 × AY, 3 - 3 × AZ. ബാക്കി ഇത് 0 ആയി പോയി, ഇതും 0 ആയി പോയി, -A1 AY. അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ √6 എന്നുള്ളത് √−1ന്റെ സ്ക്വയർ വരുമ്പോൾ 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് 9 × 10⁻⁹ വരും, 0.4 നാനോ കൂളം വരും, ഇവിടെ 1 ആയിട്ട് മാറും. അപ്പോൾ VA = എത്ര കിട്ടും ചെയ്ത് വെക്കൽ 3.59. 9 × 10⁻⁹ × 0.4 × 10⁻⁻⁹ ഡിവൈഡഡ് ബൈ 1. ഓക്കെ, ഇത് ചെയ്ത് വെക്കൽ എന്ത് കിട്ടും, വി എന്നുള്ളത് ഈ വാല്യൂ കിട്ടും. നെക്സ്റ്റ്, ഒബ്റ്റെയിൻ ദ അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് B -233. അപ്പോൾ ക്യൂ എന്നുള്ളത് ഇവിടെയാണ്, ബി എന്നുള്ളത് ഈ പോയിന്റിലാണ്. അപ്പൊ ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാം. ഓക്കെ, അപ്പൊ 2 - 2 4 വരും, 3 - 3 0 ആയി പോകും, 3 - 3 0 ആയി പോകും. ഓക്കെ, അപ്പൊ ആർ എന്നുള്ളത് എന്തായിട്ട് മാറും, ആർ എന്നുള്ളത് 4 എന്നായിട്ട് വാല്യൂ കിട്ടും. ഓക്കെ, ആ വാല്യൂ എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബേബിന്റെ വാല്യൂ എന്ത് കിട്ടും, അപ്പൊ എന്ത് വരും 9 × 10⁻⁹
0.4 into 10⁻⁻9 RB എന്നുള്ളത് 4AX ആയിക്കാരം വരിക. അപ്പോൾ 4 എന്ന് മാത്രം ആയിക്കാരം വരിക. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ VB എന്നുള്ളത് ഈ വാല്യൂ ഉണ്ട്. ഓക്കെ, മൂന്നാമത് ചോദിച്ചത് ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ VA എന്നുള്ളതും കിട്ടി, VB എന്നുള്ളതും കിട്ടി. അപ്പൊ VAB, മൂന്നാമത്തെ VAB എന്നുള്ളത് വരും VA മൈനസ് VB ചെയ്താൽ എന്ത് കിട്ടും? 2.696 എന്നായിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, obtain the potential at 0.125 due to dipole with center at origin. ഓക്കെ, ഒരു പോയിന്റിൽ കാണാവുന്ന ഡൈപോൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ ആൻഡ് ഡൈപോൾ മൊമെന്റ് P 20 കൂളം മീറ്റർ ആക്ടിങ് അലോങ് Z ആക്സിസ്. ഓൾസോ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് 0.120. ഓക്കെ, ആദ്യം നമ്മൾ പൊട്ടൻഷ്യൽ ഇതിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡൈപോൾ മൊമെന്റ് P എന്നുള്ളത് എന്താണ്? സെന്ററിലാണ് ഉള്ളത്. ആക്ടിങ് അലോങ് Z ആക്സിസ്, അത് Z ആക്സിസ് കൂടിയാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ വോൾട്ട് ബിന്റെ ഇക്വേഷൻ പി തന്നിട്ടുണ്ടെങ്കിൽ ഉള്ള ഇക്വേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പി എന്നുള്ളത് 0 0 20. ഓക്കെ, അപ്പോൾ പി എന്നുള്ളത് ആക്ടിങ് അലോങ് Z ആക്സിസ് ആയതുകൊണ്ട് അത് Z ആക്സിസിന് മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യുക? അതിന്റെ വെക്ടർ കാണാം. പി എന്നുള്ള വെക്ടർ കാണണം. ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ തന്നിട്ടുള്ളൂ, അതിന്റെ വെക്ടർ കാണാനാണ്. ഓക്കെ, അപ്പോൾ 0 0 20 മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ, കാരണം അത് ആക്ടിങ് അലോങ് Z ആക്സിസ് ആയതുകൊണ്ട്. ആർ എന്നുള്ളത് ആറല്ല, ആർ എന്നുള്ള വാല്യൂ വേണം. ഓക്കെ, അത് 1 to 5 ഉള്ളത്. അപ്പൊ ഇതിന്റെ ആ ഡിസ്റ്റൻസ് എന്തൊക്കെയാണ്? √1² + 2² + 5² വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആർ എന്നുള്ള ഡിസ്റ്റൻസ് എന്ത് വരും? √30 എന്നുള്ള വാല്യൂ. ഇപ്പൊ P.R കാണും. ഓക്കെ, P.R കാണും, അതാണ് ആദ്യം ഉള്ളത്. P.R എന്നുള്ളത് ഇത് വെക്ടർ ആക്കിയിട്ട് എഴുതിയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ മതി. 0 × 1 0 ആയി പോകും, 0 × 2 0 ആയി പോകും, 20 × 5 100 ആയിത്തരം നമുക്ക് കിട്ടാം. ഓക്കെ, ഇതിവിടെ എന്താ 20 × AZ എന്നുള്ള വാല്യൂ ആയിക്കാരം ഇവിടെ ഉണ്ടാവുക. ഇവിടെ AX + 2AY + 5AZ എന്നുള്ള വാല്യൂ ആയിക്കാരം R എന്നുള്ള വെക്ടർ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എക്സിന്റെ വാല്യൂ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 0 ആയി പോകും, വൈൻ്റെ ഇല്ലാത്തതുകൊണ്ട് 0 ആയി പോകും. AZ.AZ 20 × 5 100 ആയിട്ട് കിട്ടും. ഓക്കെ, ആ വാല്യൂസ് എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിന് 9 × 10⁻9 എന്ന് വന്നു. P.R എന്നുള്ളത് 100 ആയിട്ട് മാറി. R എന്നുള്ള വാല്യൂ √30 ആണ്, അപ്പൊ √30³ ഓക്കെ, അത് ചെയ്താൽ എന്ത് കിട്ടും? വിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ആൾസോ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് 1 to 0 കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു ഫസ്റ്റ് സെക്ഷൻ. അടുത്തത് ആൾസോ 1 to 0. ഈ ആറിന് പകരം എന്തായിട്ട് മാറും? 1 to 0 എന്നായിട്ട് മാറും. അപ്പൊ ഇവിടെ എന്താ വരിക? 20AZ എന്ന് വരും. ഇവിടെ എന്താ വരും? AX + 2AY + 0 എന്നായിട്ട് മാറും. ഇത് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ 0 × 1 0 ആയി പോകും, 0 × 2 1 ആയി പോകും, 20 × 0 0 ആയി പോകും. അപ്പൊ P.R ചെയ്താൽ എന്തായി പോകും? അത് 0 ആയി പോകും. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിക്കാരം വരിക? 0 ആയിട്ടായിക്കാരം വരിക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, 2 dipoles with a dipole moment -5AZ nano-coulomb/meter and 9AZ nano-coulomb/meter are located at points. 2 പോയിന്റ്സിലാണ്. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ ഒറിജിൻ. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് ഒറിജിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്ത് കാണണം? ഇതിനെ A എന്നുള്ളത്, ഇതിനെ B എന്നുള്ളത് പോയിന്റ് ആക്കി എടുത്തു. അപ്പൊ BAയിലുള്ള പൊട്ടൻഷ്യൽ കാണാം. ഓക്കെ, അപ്പൊ തൊട്ട് മുമ്പ് ചെയ്ത അതേപോലെ തന്നെ. ഇപ്പൊ PA എന്നുള്ളത് എന്താണ്? -5AZ എന്നാണ് തന്നിട്ടുള്ളത്. 10⁻⁻9 കൂടി ഉണ്ടാകും. പിന്നെ RA എന്നുള്ള ആ ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് ഒറിജിനിലാണ് കാണാൻ പറഞ്ഞത്. ഒറിജിനും ഈ പോയിന്റും കൂടിയുള്ള ഡിസ്റ്റൻസ് കാണാം. ഓക്കെ, ഒറിജിനും ഈ പോയിന്റും കൂടിയുള്ള ഡിസ്റ്റൻസ് കാണാം. അപ്പൊ 2AZ എന്ന് കിട്ടി. അപ്പൊ ഇത് തമ്മിൽ എന്താ ചെയ്യുക? ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക. -5AZ ഉം 2AZ ഉം കൂടി ചെയ്താൽ എന്ത് കിട്ടും? -10 എന്ന് കിട്ടും. RAന്റെ വാല്യൂ 2 എന്നേക്കാരം വരിക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ഓക്കെ, അപ്പൊ വി എന്നുള്ള വാല്യൂ കിട്ടും. അതേപോലെ പി എയും ഇതും കൂടിയുള്ള ഡിസ്റ്റൻസ് കാണാം. ഓക്കെ, പി ബി എന്നുള്ളത് ഇതാണ് പി എ, ഇത് പി ബി. 9AZ ആണ്, 9AZ ആണ്. ആർ ബി എന്നുള്ളത് -3AZ കിട്ടി. അത് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക, ആ ഡിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ അത് തമ്മിൽ ഡിഫറൻസ് ബി എ മൈനസ് ബി എ ബി ചെയ്താൽ എന്ത് കിട്ടും, ടോട്ടൽ വോൾട്ടേജ് കിട്ടും. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് ദ പോയിന്റ് M12 -1 given the പൊട്ടൻഷ്യൽ B തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഓക്കെ ഇ ആണ് കാണാൻ ചോദിച്ചത്. ഓക്കെ, ഇയും വിയും കൂടി തമ്മിലുള്ള റിലേഷൻ ഇ ഇക്വൽ ടു എന്താ വരിക, -∆B എന്നാണ് വരിക. ഓക്കെ, മൈനസ് ഗ്രേഡിയന്റ് ഓഫ് ബി. അപ്പൊ ആദ്യം എന്താ ചെയ്യണം, ഗ്രേഡിയന്റ് ഓഫ് ബി കാണാം. ഗ്രേഡിയന്റ് ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ, ഗ്രേഡിയന്റ് ഓഫ് ഡോ വി ബൈ ഡോ എക്സ് എ എക്സ് ക്യാപ്പ്, ഡോ വി ബൈ ഡോ വൈ എ വൈ ക്യാപ്പ്, ഡോ വി ബൈ ഡോ സെഡ് എ സെഡ് ക്യാപ്പ്. ആദ്യം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് എന്താ ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇവിടെ എന്ത് വരും, 3y എന്നുള്ളത് കോമൺ ആണ്, 2x എന്ന് വരും. അപ്പോൾ 6xy എന്ന് വരും. പിന്നെ ഇവിടെ എന്ത് വരും, ഇതിനെ ചെയ്താൽ 0 പോകും, ഇവിടെ ചെയ്താൽ 3yz എന്നായിട്ട് മാറും. അതേപോലെ ആ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ആയിട്ട് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു z ആയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 ആൻസർ കിട്ടിയ. അതെന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ∆B ആ വാല്യൂ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് നമ്മളോട് 1 to -1 എന്നുള്ള പോയിന്റിൽ കാണാനാണ് പറഞ്ഞത്. അതായത് ഇതാണ് എക്സിന്റെ വാല്യൂ, ഇതാണ് വൈന്റെ വാല്യൂ, ഇതാണ് സെറ്റിന്റെ വാല്യൂ. അപ്പൊ ഈ ഇക്വേഷൻ കിട്ടിയില്ലേ, ഇതിൽ എക്സിന് 1 ഇട്ട് കൊടുക്കുക, വൈക്ക് 2 ഇട്ട് കൊടുക്കുക, സെറ്റിന് -1 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -6ax + 8ay - 14az വോൾട്ട് മീറ്റർ എന്നായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് എന്താ ചെയ്യുന്നത്, നമുക്ക് ഈ മോഡ്യൂളിൽ നിന്ന് പുറത്തിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.